ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അരുണാചലിലാണ്. അരുണാചലിൽ നമ്മൾ തവാങ് പോണ റൂട്ടിലാണുള്ളത്. ഇവിടെ നിന്ന് ഏകദേശം 200-300 സംതിങ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ചത് ഈ കാണൊരു റെസ്റ്റോറൻറ്റിൽ, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടെൻ്റ് അടിച്ചത്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് എന്നിട്ട് ഇവിടുത്തെ ആൾക്കാർ. അങ്ങനെ നമ്മുടെ സൈക്കിളെല്ലാം ലഗേജൊക്കെ പാക്ക് ചെയ്ത് ഇനി ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ അവരവിടെ കുക്കിങ് കാര്യങ്ങളൊക്കെ എടുത്തിരക്കാം കേട്ടോ. അപ്പോൾ അവരെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് അവരോടൊക്കെ നന്ദിയൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. കാലാവസ്ഥ എന്ന് പറയുന്നത് ഇത്ര നേരം നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ് കേട്ടോ. രാവിലെയൊക്കെ ഈ ഒരു ഷീറ്റൊക്കെ അവിടെ പുറകിലൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞു പോയി. ഞാൻ നോക്കുമ്പോൾ നല്ല സൗണ്ട്, ഷീറ്റൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന സൗണ്ടാട്ടെ. എന്ത് പണ്ടെന്ന് പറയാം, ചിലപ്പോൾ ആലോചിച്ച് കടയൊക്കെ വലിയ ഇടിഞ്ഞ് വീഴുക, അമ്മാതിരി കാറ്റായിരുന്നു കേട്ടോ. പിന്നെ നല്ല തണുപ്പുണ്ട്. ഇതാണ് വ്യൂ. നമ്മൾ ഇന്നലെ വന്ന റൂട്ടാണ് ഈ കാണുന്നത്, കണ്ടില്ലേ? ഈ റൂട്ട് ഇങ്ങനെ കയറി നമ്മൾ ഇങ്ങനെ വന്നതാട്ടെ. ഇനി ഇവിടെ നിന്നും ഒരുപാട് കയറാനുണ്ട്. അവിടെ ഒരു ഇത് കണ്ടില്ലേ, അങ്ങനെ വേണം കയറി പോകാനായിട്ട്. നമ്മള് അരുണാചലിൽ പറഞ്ഞ ഫുള്ള് കയറ്റമാണ്. അപ്പൊ അതാട്ടാ, നല്ല കിടില വ്യൂ ആണ്. കണ്ടില്ലേ, കാറ്റ് പോയിക്ക് എന്ത് കാറ്റാണ്. ഈ വാഴയൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞു വീഴും കേട്ടാ. നമ്മളങ്ങനെ ഇറങ്ങണേട്ടാ. അപ്പൊ ഇവിടെ ബയ്യ ചായയും പിന്നെ കഴിക്കാൻ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാട്ടാ. ഹായ് ഭയ്യ, ഹായ്. അപ്പൊ നമ്മുടെ ചായ ഉണ്ട്, പിന്നെ ബ്രെഡ് ഉണ്ട്. भैया थैंक यू कैसे आपको थैंक्स बोले तो पता नहीं कुछ थैंक यू बोलने का जरूरत नहीं है। आप हम लोग गेस्ट है, हम लोग को धर्म में जो बोलते हैं अतिथि देवो भव, वो अतिथि देवता का तुल्य होता है। तो हमारा साइकिल एल्ला सेट आके ना आज तो सुबह तो बहुत हवा आएगा ना, इसलिए तो इस टाइम तो थोड़ा कम होगा. നമ്മളിപ്പോൾ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിറങ്ങി കേട്ടാ. നോക്കി, നമ്മൾ പോണ റൂട്ടാണ്ടാ. സൈക്കിളെല്ലാം സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ കയറി വേണം പോകാൻ. കയറ്റം കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഇത്ര നേരം ഞാൻ ഇതിൻ്റെ പുറത്ത് വേറൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാറ്റിയിട്ട് ഇതിപ്പോൾ ഇട്ട്, കാരണം നേരത്തെ നല്ല തണുപ്പായിരുന്നു, ഇപ്പോൾ തണുപ്പ് കുറഞ്ഞ്. ഇൻ കേസ് ഇന്ന് നല്ല തണുപ്പ് തന്നെയാണെങ്കിൽ ഞാനതെടുത്ത് ഇവിടെ ഫ്രണ്ടിൽ കവറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, അതെടുത്തിടാം. ഈ വണ്ടികൾ പോകണേട്ടാ, ഈ റൂട്ടാണ് നമ്മൾ കയറി വന്നേട്ടാ. ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ കയറി പോകണം കേട്ടോ. നല്ല കയറ്റമുണ്ട്, അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. പക്ഷെ എനിക്കിപ്പോൾ നല്ല ചൂടാണ് ഫീൽ ചെയ്യുന്നത്, കാരണം നമ്മൾ വേർത്ത് കുളിച്ചിരിക്കണ ഈ ഒരു വണ്ടി വരാണ്ടില്ലേ. ഇതേപോലെ ഇങ്ങനെ കയറി പോകണം കേട്ടോ. നമ്മളും ഇപ്പോൾ നല്ലോണം വേർത്ത് കുളിച്ചിരിക്കണ കേട്ടോ. ഇതൊക്കെ ഇട്ടേക്കണം വെറുതെ, കാരണം നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ കാറ്റടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീലുണ്ട്. പക്ഷേ ചൂടെടുത്തിട്ട്, കാരണം നമ്മൾ ഈ സൈക്കിൾ ഓട്ടറുണ്ട് നല്ല രീതിയിൽ ബോഡി ഹീറ്റാണ്ട്. അപ്പോൾ ആ ഒരു ചൂട് നമുക്ക് കിട്ടണ്ട കേട്ടോ. പോണോയ്ക്ക് ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ, ചെറിയൊരു ശിവക്ഷേത്രമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതേ നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട്. എന്തായാലും കൊള്ളാട്ടോ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ലോക്കാണ്, ആരും ഇല്ലാട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇല്ലേ. ആളുകളൊക്കെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇരിക്കോട്ടോ പോണത്. ഇവിടെ പിന്നെ അതുപോലെ തന്നെ ടിബറ്റൻ ഫ്ലാഗ് ഒക്കെ ഉണ്ട്. കൊള്ളാട്ടാ, പോണേക്കൊക്കെ ഇതേപോലെ ഓരോ ഇത് ഉള്ളത് നല്ലതാണ്, കാരണം ആൾക്കാർക്കൊരു ഭക്തിയും കാര്യങ്ങളൊക്കെ തോന്നട്ടെ. നമ്മളെ വന്ന റൂട്ടാണ്ടാ. ഇവിടെ ഇങ്ങനെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി കിടക്കണേണ്. എനിക്ക് തോന്നണേ ഇത് ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ നടന്ന ലാൻഡ് സ്ലൈഡ് ആണ്ടാ. അവരപ്പം തന്നെ ക്ലിയർ ചെയ്യുമായിരുന്നു, കാരണം ഇത് ഒറ്റ റൂട്ടാണ്ടോ. റോഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പണിയാവും, കാരണം ഇവിടെ ഒന്നല്ലെങ്കിൽ BRO അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഒന്ന് ക്ലിയർ ചെയ്യണമായിരിക്കും കേട്ടോ. പക്ഷെ ഇന്ന് ക്ലിയർ ചെയ്യുമായിരിക്കും ഇത്. നമ്മളെ ഇനിയിപ്പോൾ ഇറങ്ങിയാട്ടോ പോണത്. ഇപ്പോൾ കുറച്ച് ദൂരം ഇറങ്ങാനുണ്ട് മക്കളെ, പക്ഷെ ചെറിയ രീതിയിൽ മഴ പൊടിയുന്നുണ്ട്. കാലാവസ്ഥയൊക്കെ നോക്കി എൻ്റെ മോനെ, കാലാവസ്ഥയിലാട്ടോ. വ്യൂ നോക്കിയാൽ നിങ്ങൾ എന്താ പറയുക, കിടില വ്യൂ ആണ്. ഇതിപ്പോൾ 700 മൈൽ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ, 700 മൈൽ എന്ന് പറയും. ഇതൊക്കെ ചെറിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. മഴ പൊടിയുന്നുണ്ട്. മഴ പൊടിയണ പോലെ തണുപ്പുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈ സാധനം ഇട്ടിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ വേറൊരു കുറച്ചും കൂടെ കട്ടിയുടെ ഉടുപ്പാണ് കേട്ടോ, ഫുള്ളോറ് ഇരിപ്പാണ് നമ്മുടെ കയ്യിൽ, അത് ഇടാട്ടോ. ഇത് നോക്കി എവിടെയൊക്കെ ഫുള്ള് വാഴ കൃഷിയാണ് കേട്ടോ. പിന്നെ അതുപോലെ ചെറിയൊരു അമ്പലം പോലത്തെ ഒരു ഇതുണ്ട് കേട്ടോ, എന്താ പറയുക, ചെറിയൊരു ഇതാണ് കേട്ടോ. പിന്നെ ഇത് നോക്കിയാൽ ഫുള്ള് കൃഷിയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്ന കാട് പിടിച്ചെടുക്കണം, ഇതിൻ്റെ മേലൊക്കെ അത്യാവശ്യം വാഴ കൃഷി ഉണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ഇഷ്ടംമാതിരി കുരങ്ങന്മാരുണ്ട്. ഇവന്മാർ വന്നിട്ട് ഈ വാഴ എല്ലാം പറിച്ചിരുന്നു കേട്ടോ. പക്ഷെ വാഴക്കൊല ഈ പഴം എല്ലാം പറിച്ചിരുന്നു കേട്ടോ. തെറ്റിപ്പാണ് പറയണത്, കാരണം നല്ല തണുപ്പുണ്ട് കേട്ടോ, അതാണ്. പക്ഷേ പോണൊക്കെ അടിപൊളിയായിട്ടോ കാണാൻ വേണ്ടി. നിങ്ങളെന്തായാലും അരുണാചലൊക്കെ എന്തായാലും ഒരു ദിവസം വന്നോട്ടോ മക്കളെ. എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ഒരുപാട് കാഴ്ചകൾ ഞാൻ കാണിക്കാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്.
മാക്സിമം നമ്മള് നല്ല മനോഹരമായ കാഴ്ചകൾ കൊണ്ടുണ്ട് ഇതിലൂടെ. നമ്മളെ ഇനിയിപ്പോ പോണത് അങ്ങോട്ടേ കാണട്ടെ. ആ കാണുന്നതാണ് കലക്ടാങ് എന്ന് പറഞ്ഞ ഒരു ഗ്രാമോട്ടാ ഉണ്ടല്ലേ. അങ്ങോട്ടേക്കാണ് നമ്മൾ പോണത്. ഇനിയിപ്പോൾ കുറച്ച് ഇറക്കമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ തക്കാളിയുടെ ഫാമുണ്ട്. ഈ കാണുന്ന തക്കാളി ഫാമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഇവർ തക്കാളി എല്ലായിടത്തേക്കും കയറ്റി വെക്കാനുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ചീത്തയായി പോയതാണ്, അതായത് പൊട്ടിപ്പൊളിഞ്ഞ് ചീത്തയായി പോയതാണ്. ഇതിൽ നല്ലതുണ്ടാവും കേട്ടോ. ഇതിൽ എന്തോരമാണ് തക്കാളി, ഇവിടെ മൊത്തം തക്കാളി കേട്ടാ. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫാം കാണുന്നതാണ്ട തക്കാളി ഫാം കണ്ടില്ലേ. ഇതിങ്ങനെ പച്ചയായിട്ടിരിക്കുന്നതാണ്. ഇനി ഇത് പഴുക്കും, എന്നിട്ട് വേണം ഇത് പറിക്കാനായിട്ട് ഇവർക്ക്. ഇത് ഫുള്ളും തക്കാളി കൃഷിയാണ്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ കയറ്റി അയക്കാൻ കേട്ടോ. അതുപോലെ തന്നെ മേളിലൊക്കെ ഉണ്ട് തക്കാളിയുടെ കണ്ടില്ലേ. ഇതൊക്കെ തക്കാളി കേട്ടോ ഈ കാണുന്നതൊക്കെ. ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ തക്കാളി ആയിട്ട് ഇങ്ങനെ അടിയിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇവർ ഇതേപോലെ ഇങ്ങനെ വേർതിരിക്കും കേട്ടോ. എന്നിട്ടാണ് കയറ്റി അയക്കണത്. ഒരുപാട് ലോഡും വണ്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. തക്കാളി ഉണ്ട്, ക്യാബേജ് ഉണ്ട്, പിന്നെ വേറെ എന്തൊക്കെയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തക്കാളി മാത്രമല്ല കേട്ടോ. ഇത് നോക്കിയാൽ ഇത് ബീൻസാണ് കേട്ടോ. ये बीन्स है ना, यहाँ में क्या क्या है भैया? यहाँ में क्या क्या है? बीन्स है और टमाटर भी है. अच्छा है टमाटर नीला है. अच्छा आर्मी വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ये तो ट्रैवल बाय अस्कर सब्सक्राइब करेगा भैया. यहाँ ये किधर लेके जाएगा ये भी? कि कहाँ पे? आसाम में. अच्छा पूरा लोड आसाम में. अच्छा 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 अच्छा. ये पूरा ये है ना बीन्स है ना. अच्छा अच्छा कि कहाँ पे? उसके नीचे है ना टमाटर. ഇത് മൊത്തം ബീൻസാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മേളിലുണ്ട് കേട്ടോ, അതും ബീൻസാണ്. പിന്നെ തക്കാളി അടിയിൽ നിന്നാണ് ഇവർ കൊണ്ടുവന്നത് കേട്ടോ. അടിയിൽ ഇതിൻ്റെ കൃഷിയുണ്ട്. അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഇവരിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നേരെ ആസാമിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ ഇവർ തക്കാളി ഇങ്ങനെ വേർതിരിച്ച് ഓരോരോ ട്രെയിലാക്കും കേട്ടോ. കണ്ടില്ലേ. ഇതിൽ ചിലർക്ക് ചീത്ത ആണെങ്കിൽ ഇങ്ങനെ മാറ്റി മാറ്റി തിരിഞ്ഞ് വെക്കും. അത് കണ്ടില്ലേ, അവിടെ ഇങ്ങനെ പുള്ളി മാറ്റിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. തക്കാളി ഓരോന്നായിട്ട് ഇങ്ങനെ വേർതിരിക്കുന്നത്. ये खेत किधर है भैया? नीचे है खेत. इसका खेती किधर है? हाँ ऊपर में. എൻ്റെ മേളിലാന്നാട്ടാ പറഞ്ഞ കേത്തി. അവിടെ ഒരാൾ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. കണ്ടില്ലേ, മേലെ ഇങ്ങനെ തക്കാളികൾ എടുത്തോണ്ടിരിക്കുന്നതാണ്. പോണയിലൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്നത് ആങ്കലിംഗ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. ചെറുതല്ല, അത്യാവശ്യം കുറച്ച് ഇതായിട്ടുള്ള ഗ്രാമമാണ്. പക്ഷെ അത് മേളിലാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഒറ്റൊരിറക്കം വന്നുകൊണ്ട് നമുക്ക് ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. അപ്പോൾ അതാണ് നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ടാ. പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ, ചെറിയ ചെറിയ ഗ്രാമങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ. പക്ഷെ നമ്മൾ സഞ്ചരിക്കുന്ന റൂട്ട് ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ മക്കളെ. എനിക്ക് എന്ത് സാധനമുണ്ട് ഇതൊക്കെ ഭയങ്കര ഫിറ്റായിട്ടുള്ള ഇതാണ് കേട്ടോ. അവിടെ കണ്ടില്ലേ വീഡിയോയിൽ ഫുള്ള് മറ്റേ ടിബറ്റൻ ഫ്ലാഗാണ് കെട്ടിയേക്കണത്. ഈ ഭാഗത്തൊക്കെ, അതായത് ഈ തവാങ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഫുള്ള് ബുദ്ധമതക്കാരുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ മിക്സഡ് ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ റൂട്ടിലെ ഫുള്ള് ആർമി വണ്ടികൾ പോകണ്ട കേട്ടോ. എനിക്ക് ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ ടിബറ്റൻ ഫ്ലാഗ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ടിബറ്റൻ ഫ്ലാഗ് തന്നെയാണ് ഇത്, ഇങ്ങനെ കൊടി പോലെ കുത്തി വെച്ചേക്കണേണ്. ഇനിയിപ്പോൾ അത്യാവശ്യം ഇറക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നല്ല കയറ്റം വന്നത് മക്കളെ. ഇനി തവാങ്ങിലേക്കൊക്കെ നല്ല കയറ്റമായിരിക്കും കേട്ടോ. ഈ ഒരു ഇറക്കമൊക്കെ തന്ന് നമ്മളൊന്ന് റിലാക്സ് ചെയ്യിക്കണേ ഉമ്മാര്. കണ്ടില്ലേ, അതൊക്കെ ഫുള്ള് ആർമിയുടെ വണ്ടി കേട്ടോ. നമ്മളങ്ങനെ കയറി വന്നവയ്ക്ക് 2 മലയാളികളെ കണ്ടു. എവിടെയാണ് സ്ഥലം നാട്ടിൽ? ഞാൻ തൃശ്ശൂർ. നിങ്ങൾ? കാഞ്ഞിരപ്പള്ളി, കോട്ടയം. പേരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തോ? എൻ്റെ പേര് അൽജോ. അൽജോ. ജേക്കബ്. നിങ്ങൾ നേരെ ഗുവാഹട്ടിയിൽ നിന്ന് തവാങ് ഇങ്ങനെ കറങ്ങി. എങ്ങനെ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ്? ഭൂട്ടാൻ ഇവിടെ ഭൈരവ്കുണ്ടേലി. ഓ സെറ്റ്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ മേഘാലയ. ഓക്കെ ഓക്കെ.
കറങ്ങി. ഓ എന്തായാലും കണ്ടതിന് സന്തോഷമായിട്ടാ. ഞാൻ ഇന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ ഒന്നും ആദ്യം ഫസ്റ്റ് കണ്ടത് അവിടെ അടിയിൽ ബൈരക്കുണ്ടിയുടെ അവിടെ ഒരു ഇത് ബിആറോടെ ഇതുണ്ട്, അവിടെ ഒരു മലയാളിയെ കണ്ട്. ഇന്നലെ പിന്നെ 4 ലേഡീസിനെ കണ്ട്, പിന്നെ നിങ്ങളെ കണ്ടെന്ന് പോണേക്കൊക്കെ. എന്തായാലും എന്നോട് ഇന്നലെ ആരോ പറഞ്ഞായിരുന്നു മേലിൽ മലയാളികളുണ്ട്, മറ്റേ വെസ്റ്റ് ബംഗാളിൽ നിന്ന് കുറച്ച് റൈഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ റിട്ടേൺ വന്നൊക്കെ എന്നോട് പറഞ്ഞു മേലിലൊരു KL വണ്ടി എന്നാണ് പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ ഇതല്ലല്ലേ, കണ്ടില്ലല്ലേ? TN ഒരെണ്ണം പോയായിരുന്നു, ബുള്ളറ്റ് ആണെന്ന് തോന്നുന്നു. മലയാളിനെ കണ്ട് സെറ്റ് ആയിട്ട് എന്തായാലും കണ്ടതിന് സന്തോഷം കേട്ടാ. ഏഴെല്ലാം വെച്ച് കാണാം. ഓ ഇപ്പം മഴ പെയ്ത് തുടങ്ങിയിട്ടാണ് കേട്ടാ, ചെറിയ രീതിയിൽ പൊടിയനുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ സ്തൂപങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. പോണ വയ്ക്കൊക്കെ ഇതേപോലെ ഒരുപാട് കാണാൻ പറ്റും. പിന്നെ അതുപോലെ മെയിനായിട്ടുള്ളത് ടിബറ്റൻ ഫ്ലാഗുകളൊക്കെ കേട്ടാ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടെ പോകുമ്പോൾ ഒരു ചെറിയൊരു ടൗൺ എത്തുമെന്നാണ് കേട്ടോ പറഞ്ഞത്. ഏകദേശം ചെറിയ ചെറിയ ഇറക്കങ്ങൾ കാര്യങ്ങൾ കിട്ടാണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടില്ലേ തക്കാളി, അത് ഇങ്ങനെ പെട്ടിയിലാക്കി വെച്ചേക്കുന്നുണ്ട് ഈ കാണുന്നത്. ഇതൊക്കെ ഇനി ഓരോ സ്ഥലങ്ങളിലേക്ക് ഇന്ന് കളക്ട് ചെയ്തിട്ട് നേരെ ആസാമിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ മേളിലൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം കൃഷികളൊക്കെ ഉണ്ട്. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കൂല കേട്ടോ. മേളിലുണ്ട്, താഴത്തൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു റിവർ ഒഴുകുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഒരു റിവറിൻ്റെ ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. നമ്മൾ പോണേക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടിയേട്ടാ. നല്ല കയറ്റോടെ നമ്മളിങ്ങനെ കയറി തന്നെയാണ്. അപ്പോൾ എൻ്റെ സൈക്കിൾ ഇവിടെ ഉണ്ട്. നമ്മുടെ സൈക്കിൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയാണ് കേട്ടോ. അപ്പോൾ ആർമിയുടെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അടിയിലൊരു നദി ഒഴുകാനുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട് ഇവിടുന്ന്. കാറ്റടിക്കുമ്പോൾ വേണ്ട പ്രത്യേകിച്ച് നല്ല തണുപ്പിനത് അല്ലേ. പട്ടാളത്തിൻ്റെ വണ്ടിയാണ് പോകുന്നത്. അതിൻ്റെ മേലിലെന്തോ ക്യാമ്പ് ഉണ്ടെന്ന് തോന്നിട്ടോ. ഒരുപാട് വണ്ടികൾ പോകണ്ടായിരുന്നു. ഇപ്പം മഴ ഇങ്ങനെ പൊടിഞ്ഞു തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ മേലിൽ ഇങ്ങനെ കോട വന്നിട്ടുണ്ട്. മഴ പെയ്ത് തുടങ്ങിയാൽ പണി കിട്ടും. നമുക്ക് എന്തായാലും മേലിലേക്ക് പോകണം കേട്ടോ. അപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം എടുക്കുക, എന്നിട്ട് സൈക്കിളിൽ സെറ്റ് ചെയ്യുക, എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടെ പോകുമ്പോൾ ഒരു വില്ലേജ് എത്തും. അങ്ങാടേക്കാണ് നമ്മൾ പോണേട്ടാ. ഇപ്പം ഏകദേശം 4 മണിയായിട്ടുള്ളൂ കേട്ടോ. നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് പൊടിയാണല്ലോ കേട്ടോ. പക്ഷേ കാലാവസ്ഥയ്ക്ക് ഫുള്ളിങ്ങനെ കോട വന്നിട്ടിരിക്കുന്നത് മേലിലൊക്കെ. അപ്പോൾ ഇവിടെ ഒരു പമ്പുണ്ട്. ഞാനിവിടെ ടെൻ്റ് അടിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഫുള്ളിങ്ങനെ മഴ പെയ്ത് നനഞ്ഞിരിക്കണേ കേട്ടോ. പിന്നെ വണ്ടികളൊക്കെ വന്നുകൊണ്ട് ഫുള്ള് ചെളിഞ്ഞിരിക്കണേന്. അപ്പോൾ എൻ്റെ സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു കടയിൽ ഇങ്ങനെ വന്നിരിക്കണേന്. എന്തായാലും പയ്യെ നോക്കാം കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകൾ പോകണ്ട കേട്ടാ. നമ്മളിപ്പോൾ ഉള്ളത് താങ്ക്ലാങ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇതൊരു ചെറിയൊരു ടൗൺ ആണ്. ഇതിൻ്റെ അങ്ങാട് കുറച്ചും കൂടെ പോയി ഒരു മാർക്കറ്റ് ഉണ്ട്. ഇവിടെ കടക്കാരന് കസേരയൊക്കെ ഇട്ടാൻ കേൾക്കുന്നുണ്ട്. പുള്ളി വണ്ടിയാണ് ഞാൻ പരിചയപ്പെടുത്തല കേട്ടാ. भैया आपका नाम क्या है? अच्छा ये दुकान का नाम क्या है? अन्ना होटल. अच्छा ये लोकेशन कहाँ पे हुआ आपका? कलकतान. ये तो कलकतान टाउन है ना और आ गया ना. अच्छा ഈ ഒരു പുള്ളിയാണ്ടാ. അപ്പം നമ്മുടെ സൈക്കിളെല്ലാം ഇവിടെ ഉണ്ട്. ഞാനിങ്ങനെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുന്നുണ്ടാ. ഓക്കെ താങ്ക് യു. അങ്ങനെ നമുക്ക് ഇന്ന് ഇവിടെ തങ്ങാനൊരു സ്ഥലം കിട്ടിയേട്ടാ. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരാണ് നമ്മളെ സഹായിച്ചത്. ഹായ്. आप लोग का नाम क्या है? आपका नाम क्या है? सुनील है. सुनील. आप थोड़ा लाइट थोड़ा नीचे करेगा. मेरा नाम पेमान नरबू है. क्या है? पेमान नरबू. आपका नाम क्या है? मेरा नाम लेगी फंसो है. आपका नाम क्या है? एक्जिन तंडू. हाय. आपका नाम क्या है? इमामुल शेख. आप लोग यहाँ का है ना? ये गांव का नाम क्या है? ये क्लाकतांग. ये तो डिस्ट्रिक्ट का नाम क्या है? वेस्ट कामेंग. ओके थैंक यू. तो मिलेगा कल मिलेगा और रास्ता में फिर मिलेंगे. ओके. അങ്ങനെ നമുക്ക് അവസാനം റൂം കിട്ടിയേട്ടാ. ഇപ്പം ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി. നല്ല തണുപ്പുണ്ടിട്ട് വെള്ളത്തിൽ. ഞാൻ ഒന്ന് കുളിക്കാമെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കുളിച്ചിട്ട്, കുറച്ച് ദിവസമല്ല 2-3 ദിവസം കുളിച്ചിട്ട്. അപ്പോൾ അതന്നെ. അപ്പോൾ ഇവിടെ അടുത്ത് വേറെ ഇനിയൊന്നും കിട്ടൂല. വെള്ളത്തിൽ ഇറങ്ങാന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട്. പിന്നെ ഈ പൈപ്പിലെ വെള്ളം എന്ന് പറഞ്ഞാൽ അതും നല്ല തണുപ്പുണ്ട് കേട്ടോ. അങ്ങനെ കുളിച്ച് ഫ്രഷായി. പിന്നെ ഉടുപ്പ് അത് തന്നെ ഇട്ടാൽ വേറൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടെ ഉണങ്ങൂല ഉടുപ്പ് കഴുകിയിട്ടേനാ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ പോകുന്തോറും നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കണക്കായിരിക്കും. കാരണം ഇത്രയും നല്ല -ഡിഗ്രിയിൽ നമ്മൾ റൂമും കാര്യങ്ങളൊന്നും എടുക്കൂല. ആരെങ്കിലുമൊക്കെ തന്നാൽ മാത്രമേ നമ്മളിങ്ങനെ താമസിക്കുള്ളൂ. പക്ഷേ ആ സമയത്തും ഇതേപോലെ ആ ചൂടുവെള്ളവും കാര്യങ്ങളൊന്നും കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതെ ഇതാണ് നമ്മുടെ റൂം. കണ്ടില്ലേ, ഇതൊരു മൊണാസ്ട്രി ആണ് കേട്ടോ. ചെറിയൊരു മൊണാസ്ട്രിയാണ്. ഞാൻ നാളെ രാവിലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടാ. അപ്പോൾ അതേ എൻ്റെ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ്. അപ്പോൾ
അടുത്തൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം.